കൊച്ചി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 24 മണിക്കൂർ പിന്നിടും മുൻപേ കേസിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ചതിന് പിന്നിൽ കൊട്ടേഷൻ എന്ന് വ്യക്തമായി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജയയുടെ ബന്ധു പ്രിയങ്ക, ഭർത്താവ് സജീഷ് എന്നിവരാണ് കൊട്ടേഷൻ നൽകിയത്. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം മുങ്ങിയ അക്രമി സംഘത്തിലെ 3 പേർ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന. ജയയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ അതിക്രൂരമായി ആക്രമിച്ച കേസിലാണ് പിതൃ സഹോദരി പ്രിയങ്കയെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രിയങ്കയും രണ്ടാം ഭർത്താവ് സജീഷും ചേർന്നാണ് അക്രമത്തിന് വേണ്ടി കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രിയങ്കയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികളെ സജീഷ് ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. സജീഷിന്റെ ഉപദ്രവം പേടിച്ച് കുട്ടികൾ പതിവായി ജയയുടെ വീട്ടിലെത്തും. കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ജയ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പ്രധാന വൈരാഗ്യത്തിന്റെ കാരണം. ഇതോടെയാണ് ജയക്കെതിരെ കൊട്ടേഷൻ നൽകാൻ പ്രിയങ്കയും സജീഷും തീരുമാനിച്ചത്. ജയയെ ആക്രമിച്ച കൊട്ടേഷൻ സംഘത്തിലെ ആളുകളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവം ഗൌരവമുള്ളതാണെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ, സുരക്ഷിതമായി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ പോലീസ് റൂറൽ എസ്പിയോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ കഴിയുന്ന ജയയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി.